നമസ്കാരം. സിലബസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ അടുത്ത ഡേറ്റ് വന്നു എന്നറിഞ്ഞു. ഫെബ്രുവരി 2 എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അതിലേക്കുള്ള ആർട്ട്, കൾച്ചർ ആൻഡ് യുനെസ്കോ സൈറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ, ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത് മുഴുവൻ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു അമിതമായ പണിയാണ്. പക്ഷെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്നത്. കാരണം കേരളം പോലെയല്ല ഗുജറാത്ത്, ഗുജറാത്ത് പോലെയല്ല കാശ്മീര്, കാശ്മീര് പോലെയല്ല മണിപ്പൂര്. അപ്പോൾ നമ്മളെല്ലാം കൂടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറെ ദിവസങ്ങൾ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് മുന്നിലേക്ക് പോവാം. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം. ചിത്രങ്ങളായിരിക്കും കുറെ സ്ഥലത്ത് തരുന്നുണ്ടായിരിക്കുക. അത് കണ്ടാൽ ചിലതൊക്കെ മനസ്സിലാവും, ചിലത് മനസ്സിലാവാതിരിക്കാം. എന്തായാലും ഈ ചിത്രത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഒറിജിനേറ്റ്സ് ഫ്രം തമിഴ്നാട്? തമിഴ്നാടുവിൽ നിന്ന് വന്നിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിനാദ്യം നിങ്ങളൊന്ന് റഫർ ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റഫറൻസ് ആദ്യം ആവശ്യമാണ്. കാരണം എത്ര തരം ക്ലാസിക്കൽ ഡാൻസ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഏത് സ്റ്റേറ്റിൽ നിന്നാ വന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജസ് എത്ര എണ്ണം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് വിഭാഗമാണ് എന്നും അറിഞ്ഞിരിക്കണം. അത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു റെഫറൻസ് നമ്മൾ എടുക്കണം. എന്നാലും തമിഴ്നാടുവിൽ നിന്ന് വന്നിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുച്ചിപ്പുടിയാണോ, ഭരതനാട്യമാണോ, മണിപ്പൂരിയാണോ, ഒഡീസിയാണോ? ഒഡീസി മണിപ്പൂരി എന്തായാലും വിട്ടുകളയാം, അല്ലെ? അപ്പോൾ ഭരതനാട്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അടുത്തത് യക്ഷഗാന ഇസ് എ ട്രഡീഷണൽ തിയേറ്റർ ആർട്ട് ഫോം ഫ്രം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഇപ്പൊ നിങ്ങൾ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണെന്ന്. വിനീത് ശ്രീനിവാസിന്റെ സിനിമയല്ലേ? അപ്പോൾ ഏതെന്നാണ്? കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു. ബേസിക്കലി എവിടെ നിന്നാണ്? കർണാടക. നമ്മളുടെ ഈ കേരള യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ യക്ഷഗാന എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഉണ്ട് ആക്ച്വലി. മത്സര വിഭാഗത്തില് മാംഗ്ലൂർ സൈഡിലേക്ക്, അല്ലെങ്കിൽ കർണാടകത്തിന്റെ നമ്മുടെ കാസർഗോഡിന്റെ ഉത്തര സൈഡിലേക്ക് പോയി, നോർത്തേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. റൈറ്റ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഗൂമർ ഡാൻസ് പെർഫോംഡ്? ഇതാണ് ഗൂമർ ഡാൻസ്. അത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദിക്കുന്നത്. രാജസ്ഥാനാണോ, ഗുജറാത്താണോ, പഞ്ചാബാണോ, മഹാരാഷ്ട്രയാണോ എന്നുള്ളതാണ്. ഗൂമർ ഡാൻസ് കണ്ടുവരുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ. ഇതൊരു ഫോക്ക് ഡാൻസ് ആണ് ആക്ച്വലി. അവരുടെ ഫോക്ക് വിഭാഗത്തിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് കഥകളി പെർഫോമൻസ്? കഥകളി നമുക്കറിയാം കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ കേരളത്തിന്റെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് കഥകളി എന്നുള്ളത്. അതെന്താണ് അതിന്റെ തീം, പ്രൈമറി തീം എന്നുള്ളതാണ് ചോദിക്കുന്നത്. റൂറൽ ലൈഫ് ആണോ, മിത്തോളജിക്കൽ സ്റ്റോറീസ് ആണോ, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആണോ, ഡിവോഷണൽ സോങ്സ് ആണോ? റൂറൽ ലൈഫ് അല്ല എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ഏതാണ് വരുന്നത്? മിത്തോളജിക്കൽ സ്റ്റോറീസ് ആണ്. പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളുടെ എപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മഹാഭാരതവും അതുപോലെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് കഥകളിയിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി ഇത് വാർലി പെയിന്റിംഗ് സ്റ്റൈൽ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് വാർലി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. വാർലി. അപ്പൊ ഇത് പെയിന്റിംഗ്, ആർട്ട്, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വാർലി പെയിന്റിംഗ് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയാണോ, ഗുജറാത്ത് ആണോ, മധ്യപ്രദേശ് ആണോ, രാജസ്ഥാനാണോ? ഇതിൽ ഈ മഹാരാഷ്ട്രയും മധ്യപ്രദേശും വരുമ്പോ എനിക്ക് പറ്റുന്ന ഒരു തെറ്റാണ്. ഇത് മഹാരാഷ്ട്രയും മധ്യപ്രദേശും നമ്മൾ തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് പല ചോദ്യങ്ങളും വരുമ്പോൾ. ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ വാർലി പെയിന്റിംഗ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഉള്ള ഒരു പെയിന്റിംഗ് സ്റ്റൈലാണ്. അടുത്തത്, ഹോൺബിൽ ഫെസ്റ്റിവൽ ഈ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇത് ആക്ച്വലി PSCക്ക് കുറെ അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ് നടത്തുക എന്നുള്ളത്. നാഗാലാൻഡ് ആണോ, അരുണാചൽ ആണോ, മിസോറാം ആണോ, മേഘാലയ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഇതും ഒരു ആർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോക്ക് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് നാഗാലാൻഡിലാണ്. ഹോൺബിൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. റൈറ്റ്. അടുത്തത് വേറെ ഒരു ആർട്ട് ഫോം ആണ് ഹെമിസ് ഫെസ്റ്റിവൽ. അത് ഏത് റീജിയൻ അല്ലെങ്കിൽ എവിടെയാണ് കണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹെമിസ് ഫെസ്റ്റിവൽ ഇന്ത്യയുടെ ഏത് റീജിയനിലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണോ, ലഡാക്കിലാണോ, ഹിമാചലിലാണോ, ഉത്തരാഖണ്ഡിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹെമിസ് ഫെസ്റ്റിവൽ നമ്മൾ കാണുന്നത് ലഡാക്കിലാണ്. ബേസിക്കലി നമുക്കറിയാമല്ലോ, ഇപ്പോൾ കാശ്മീരിന്റെ ഒരു വിഭജനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലഡാക്ക് സ്ഥലത്താണ് ഇത് കാണുന്നത്. റൈറ്റ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ദ ട്രഡീഷണൽ പപ്പറ്റ് ആർട്ട് ഓഫ് തോലുബൊമ്മലാട്ട?
ആ ഒരു ഭാഷ കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു റീജിയൻ മനസ്സിലാവും. തോലു ബൊമ്മലാട്ട. ഓക്കെ. കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടു. നമുക്ക് ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് വെട്ടാൻ പറ്റുന്നത് തന്നെ കേരള ഒക്കെ വെട്ടാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഈ തോല് ബൊമ്മലാട്ട എന്ന് പറയുന്നത്. അടുത്തത് ഗർഭ ഡാൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഗർഭ ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഫോം അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പൊ ഗർഭ ഡാൻസ് ആക്ച്വലി എവിടെന്നാ വരുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗുജറാത്ത് ആണോ, പഞ്ചാബ് ആണോ, ഹരിയാനയാണോ, മഹാരാഷ്ട്രയാണോ? ഗുജറാത്തിൽ നിന്നാണ് അത് ആക്ച്വലി വരുന്നത്. ഓക്കെ. ഗുജറാത്തിലുള്ള ഒരു ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട വിശേഷ സമയങ്ങളിലാണ് അത് അവര് ഡാൻസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അടുത്ത ഒരു ചോദ്യം, ദ സംഗായ് ഫെസ്റ്റിവൽ, സംഗായ് SANGAI, സംഗായ് ഫെസ്റ്റിവൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എവിടെയാണ് കണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് ബേസിക്കലി നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൾച്ചർ, ആർട്ടൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ ഓരോ സംസ്ഥാനത്ത് തന്നെ നൂറുകണക്കിന് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രമേ നമുക്ക് നോക്കാൻ ഒരു സമയമുള്ളൂ, അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ സംഗായ് ഫെസ്റ്റിവൽ എവിടെ കാണും എന്നുള്ളതാണ് ചോദിക്കുന്നത്. മണിപ്പൂരാണോ, ആസാമാണോ, മേഘാലയ ആണോ, നാഗാലാൻഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സംഗായ് ഫെസ്റ്റിവൽ കാണുന്നത് മണിപ്പൂരിലെ ഒരു ഇതാണ്, ട്രൈബൽ ഫെസ്റ്റിവൽ ആണ് മണിപ്പൂർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, മണിപ്പൂരിലൊക്കെ ഭയങ്കര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ മാസങ്ങളായിട്ട്. ഒരു സ്റ്റേറ്റും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അടുത്തത് ഒരു പെയിന്റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ വാർലി പെയിന്റിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, വിച്ച് ട്രൈബ് ഈസ് നോൺ ഫോർ ദ ആർട്ട് ഓഫ് പിത്തോറ പെയിന്റിംഗ്? പിത്തോറ എന്ന് പറയുന്ന PITHOR, പിത്തോറ പെയിന്റിംഗ് ഏത് ട്രൈബാണ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ട്രൈബാണ് അത് വരയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ട്രൈബിന്റെ ആർട്ട് ഫോം ആണെന്ന് ചോദിക്കുന്നത്. ബില്ലാണോ, സന്താളാണോ, ഗോൺസ് ആണോ, തോഡാസ് ആണോ? പിത്തോറ പെയിന്റിംഗ് കണ്ടുവരുന്നത് ബിൽ വിഭാഗത്തിന്റെ കൂടെയാണ്, ബിൽ ട്രൈബിന്റെ കൂടെയാണ് ഇത് കണ്ട് വരുന്നത്. അടുത്തത് ചോദിക്കാം. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ ചോദ്യം എന്നുള്ളത്. ഓക്കെ. വിച്ച് ഡാൻസ് ഫോം ഫ്രം ആന്ധ്രാപ്രദേശ് കമ്പൈൻസ് ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് എലമെന്റ്സ്? അപ്പോ എന്താണ് ക്ലാസിക്കൽ ഡാൻസിൽ വരുന്ന ഡാൻസ് ഏതാന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് അറിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് ഉത്തരമായി. അതിൽ പിന്നെ കുറച്ച് ഫോക്ക് എലമെന്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ. കുച്ചിപ്പുടിയാണോ, വിലാസിനി നാട്യമാണോ, കോലാട്ടമാണോ, ലംബതിയാണോ? ഡയറക്റ്റ് അറിയാം, കുച്ചിപ്പുടിയാണ് നമ്മളുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. വേർ ആർ ദ അജന്ത കേവ്സ് ലൊക്കേറ്റഡ്? നമ്മളൊരു 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ, അജന്ത കേവ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. മഹാരാഷ്ട്രയാണോ, മധ്യപ്രദേശാണോ, കർണാടകയാണോ, ഗുജറാത്ത് ആണോ എന്നുള്ളതാണ് അജന്ത കേവ്സ്. ആക്ച്വലി ഈ കേവ്സിന്റെ ഇങ്ങനെ ഒരു ചിത്രം തന്നത് അതിന്റെ ഉള്ളിൽ വളരെ മനോഹരമാണ്. അപ്പൊ അതിന്റെ ഉള്ളിലെ ചിത്രം ഒന്ന് പറ്റുകയാണെങ്കിലൊക്കെ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ ഗുഹ വെട്ടി ഒരുക്കിയിട്ടാണ് അതിന്റെ ഉള്ളിൽ അത്രയും വലുത് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോ അതൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് നോക്കാൻ നിങ്ങൾ കണ്ടാൽ. അപ്പോൾ അജന്ത കേവ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. അതാ ഞാൻ പറയുന്നത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു 2 സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉദയഗിരി കേവ്സ് അടുത്ത ഒരു കേവ് ആണ്. നോൺ ഫോർ ഗുപ്ത എറ സ്കൾപ്ചേഴ്സ്. ഗുപ്ത കാലഘട്ടത്തിലുള്ള ഉദയഗിരി കേവ്സ് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിക്കുന്നത്. ഉദയഗിരി. അപ്പോ നേരത്തെ പറഞ്ഞത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. റൈറ്റ്. ഇനി ഉദയഗിരി കാണുന്നത് മഹാരാഷ്ട്രയിലാണോ, മധ്യപ്രദേശിലാണോ, ബീഹാറിലാണോ, ഒഡീഷയിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഉദയഗിരി കേവ്സ് കാണുന്നത് മധ്യപ്രദേശിലാണ്. ഓക്കെ. അടുത്തത് ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ്. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ് ഇൻ മധ്യപ്രദേശ് ആർ നോൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ് എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, മധ്യപ്രദേശിലാണ്. അത് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? വേദിക് ഇൻസ്ക്രിപ്ഷൻസിന്റെ പേരിലാണോ, അതായത് വേദകാലഘട്ടത്തിലെ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിന്റിങ്സ് ആണോ, അതോ ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണോ, അതോ ആൻഷ്യൻ ഹിന്ദു ടെമ്പിൾ ആണോ? ഇതിലേതാണ് ഭീംബേദ്ക ഷെൽട്ടേഴ്സ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ കാണുന്ന ഈ കേവ് അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടേഴ്സ് അറിയപ്പെടുന്നത്? പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിന്റിങ്സ് ആണ്. ഹിസ്റ്റോറിക് ഇറ നമുക്കറിയാം. പ്രീ ഹിസ്റ്റോറിക് എന്താ പറയാ, പൂർവമായിട്ടുള്ള ഹിസ്റ്റോറിക് ഇറ, ബേസിക്കലി എഴുത്തൊന്നും ഇല്ലാതിരുന്ന, വസ്ത്രമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. പ്രീ ഹിസ്റ്റോറിക് ഇറയെ കുറിച്ചിട്ടുള്ള കേവ് പെയിന്റിങ്സ് ആണ് നമുക്ക് ഈ ഭീംബേദ്ക മധ്യപ്രദേശിൽ കാണാൻ പറ്റുക. അടുത്തതും ഒരു പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മധുബാനി പെയിന്റിംഗ് അല്ലെങ്കിൽ മധുബനി പെയിന്റിംഗ് എന്നും പറയും. ഈസ് എ ട്രഡീഷണൽ ആർട്ട് ഫോം. ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് കാണുന്നത്? മധുബനി പെയിന്റിംഗ് എന്നാണ് ചോദിക്കുന്നത്. നല്ല രസമുണ്ട്. ആക്ച്വലി നമുക്കത് കാണാൻ പറ്റും. രാമൻ, ലക്ഷ്മണൻ, സീത എന്ന
മൂന്ന് പേരുടെ ഒരു യാത്രയാണ് അതിൽ കാണുന്നത്. ഇതല്ല ആക്ച്വലി ആ പെയിന്റിങ്ങിലെ ഒരു പെയിന്റ് മാത്രമാണിത്. അപ്പൊ ബീഹാറിലാണോ, വെസ്റ്റ് ബംഗാളിലാണോ, ഒഡീഷയിലാണോ, ഉത്തർപ്രദേശിലാണോ മധുബനി പെയിന്റിംഗ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. മധുബനി ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഉത്തർപ്രദേശ്. ബീഹാറിലാണ് ഇത് കാണാൻ പറ്റുക. അവിടെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഏതാണ് പ്രശസ്തമായ അമ്പലം ബീഹാറിലുള്ളതെന്ന് നോക്കുക. റൈറ്റ്, അടുത്തത് നോക്കാം. ഹു പെയിന്റഡ് ദ ഫേമസ് വർക്ക് ഭാരത് മാത? ഭാരത് മാത എന്ന് പറയുന്ന പ്രശസ്തമായ പെയിന്റിംഗ് ആരാണ് ചെയ്തിട്ടുള്ളത്? രാജാ രവിവർമ്മയാണോ? നമ്മളുടെ ടാഗോറിന്റെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേരക്കുട്ടിയായിട്ടുള്ള അവനീന്ദ്രനാഥ് ടാഗോറാണോ, ജാമിനി റോയ് ആണോ, നന്ദലാൽ ബോസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ടാഗോറിന്റെ പേരക്കുട്ടിയായിട്ടുള്ള അഭാനീന്ദ്രനാഥ് ടാഗോറാണ് ചെയ്തിട്ടുള്ളത് ഭാരത് മാത. അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ് ആ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്ന ആർട്ടില്. അടുത്തത് വേറെ ഒരു ചോദ്യം. ഇതും ഒരു പെയിന്റിംഗ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു ദേവി രൂപത്തിലാണുള്ളത്, കയ്യില് തലയൊക്കെ ഉണ്ട്. കാളിഘട്ട് പെയിന്റിംഗ്, അതുകൊണ്ടാണ് കാളിയുടെ ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ളത്. കാളിഘട്ട് പെയിന്റിങ്സ് ആർ എ ഫേമസ് ഫോക്ക് ആർട്ട് ട്രഡീഷൻ ഫ്രം വിച്ച് റീജിയൻ? കാളിഘട്ട് ആണ്. കാളിഘട്ട് പെയിന്റിങ്സ് ഏത് റീജിയൻ എന്ന്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. ബീഹാർ ആണോ, രാജസ്ഥാൻ ആണോ, വെസ്റ്റ് ബംഗാൾ ആണോ, കേരളയാണോ? കേരളം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാം, കാരണം നമ്മൾ കേരളത്തിൽ ഇത് കേട്ടിട്ടില്ല. ഇനി എവിടെ നിന്നുള്ളതാണ് കാളിഘട്ട് പെയിന്റിംഗ്? വെസ്റ്റ് ബംഗാളാണ്. നിങ്ങൾക്ക് ഈ ഒരു കാളി ഉപാസനയൊക്കെ കൂടുതലായിട്ട്, കാരണം ആ നേപ്പാളിന്റെ ഒക്കെ ഒരു ബേസിക് ട്രഡീഷൻ അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വെസ്റ്റ് ബംഗാളിലാണ് കാളിഘട്ട് പെയിന്റിങ്സ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വരുന്നത്. അവിടുത്തെ ഒരു ഫോക്ക് ആർട്ട് ട്രഡീഷൻ ആണ് ഈ കാളിഘട്ട് പെയിന്റിങ്സ്. അടുത്തത്, വിച്ച് മുഗൾ എംപറർ വാസ് എ ഗ്രേറ്റ് പാട്രൺ ഓഫ് മിനിയേച്ചർ പെയിന്റിംഗ്? മിനിയേച്ചർ പെയിന്റിങ്ങുകൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച, അതിന്റെ പാട്രൺ ആയിട്ട് അറിയപ്പെടുന്ന മുഗൾ എംപറർ, മുഗൾ സാമ്രാജ്യത്തിലെ ഒരു എംപറർ ആയിരിക്കണം എന്നുള്ളത് ആദ്യം ആലോചിക്കുക. പിന്നെ മിനിയേച്ചർ പെയിന്റിങ്ങുകളാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്, പാട്രൺ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ബാബർ ആണോ, അക്ബർ ആണോ, ഔറംഗസേബ് ആണോ, ജഹാംഗീർ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ആരാണ് മുഗൾ എംപററിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന് നമുക്ക് അറിയണം. അദ്ദേഹം അക്ബർ ആണ്. ഓക്കെ, അക്ബർ. ഇനി ഈ ചിത്രം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരു സ്ത്രീ ഒരു അരയന്നത്തിനെ നോക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ആരാണ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ്? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലൂ തന്നിട്ടുള്ളത്. അരയന്നത്തിനെ നോക്കിയിരിക്കുന്ന ഈ സ്ത്രീയുടെ ഫോട്ടോ വരച്ച ആളാണ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആണോ, രാജാ രവിവർമ്മയാണോ, നന്ദലാൽ ബോസ് ആണോ, യാമിനി റോയ് ആണോ? ആരാണ് ഈ ഒരു ചിത്രം വരച്ചത്? മോഡേൺ പെയിന്റിംഗ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട രാജാ രവിവർമ്മയാണ് നമ്മളുടെ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചിത്രം, നന്ദലാൽ ബോസ് വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ലീഡേഴ്സ് പ്രോജക്ട്? ആരൊക്കെയുള്ളത്? സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, സർദാർ പട്ടേൽ ഉണ്ട്. അപ്പൊ നന്ദലാൽ ബോസ് എന്ന് കേട്ടതിന്റെ ഉപരി സുഭാഷ് ചന്ദ്രബോസിലേക്ക് ചാടി പോരുത്. അദ്ദേഹം കൂടെ നിന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രൊജക്റ്റിലായിരുന്നു. ഓക്കെ, അദ്ദേഹവും പ്രശസ്തനാണ്. ഇന്ത്യൻ പെയിന്റിംഗിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നന്ദലാൽ ബോസ് എന്ന് പറയുന്നത്. ഇനി അമൃത ഷേർഗിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ്? ഏത് സ്റ്റൈലിലാണ് അമൃത ഷേർഗിൽ വർക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മോഡേണിസം ആണോ, മിനിയേച്ചർ പെയിന്റിംഗ് ആണോ, മധുബനി ആർട്ടാണോ, മുഗൾ പെയിന്റിംഗിലാണോ വർക്ക് ചെയ്തത് എന്നാണ് അറിയേണ്ടത്. മോഡേണിസ്റ്റ് പെയിന്റർ ആണ് നമ്മുടെ അമൃത ഷേർഗിൽ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇത് എന്താണെന്നുള്ളത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ ടു ബി ഇൻസ്ക്രൈബ്ഡ് ആസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുനെസ്കോ ഇന്ത്യയിൽ ആദ്യമായി ലോക പൈതൃക ഹെറിറ്റേജ് സൈറ്റിലായിട്ട് കണക്കാക്കിയ സൈറ്റ് ഇന്ത്യയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടായിരിക്കും. അജന്ത കേവ്സ് ആൻഡ് ആഗ്ര ഫോർട്ട് ആണോ, താജ്മഹൽ ആണോ, കാസിരംഗ നാഷണൽ പാർക്ക് ആണോ, റെഡ് ഫോർട്ട് ആണോ? അപ്പൊ രണ്ടെണ്ണത്തിൽ നമുക്ക് സംശയം വരാൻ പാടുള്ളൂ. ഏതാണ് വരുന്നത്? ആദ്യമായിട്ട് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇൻസ്ക്രൈബ് ചെയ്ത, ആദ്യമായിട്ട് ഒരു യുനെസ്കോ സൈറ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിനെ രണ്ടെണ്ണം നമുക്ക് പറയുന്നുണ്ട്. ആക്ച്വലി അജന്ത കേവ്സും പറയുന്നുണ്ട്, ആഗ്ര ഫോർട്ടും ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് 1983 ഈ ആഗ്ര ഫോർട്ടും അജന്ത കേവ്സും നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹൗ മെനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഡസ് ഇന്ത്യ ഹാവ്
ആസ് ഓഫ് 2025. 2025 പ്രകാരം യുനെസ്കോയിൽ എത്ര വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 2025 എത്ര എണ്ണം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇന്ത്യയിൽ അവർ കണക്കാക്കി വെച്ചിട്ടുണ്ട്? 38, 40, 42, 43. ആസ് ഓഫ് നൗ ഇത് 43 കാരണം 40 ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് 2024 ആയിട്ട്. അതുകൊണ്ടാണ് 43 മാറിയിട്ടുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അടുത്തത്, ഇതും നിങ്ങൾക്ക് അറിയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക്. ഓക്കെ, 1984 യുനെസ്കോ സൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അത് ഏത് സ്റ്റേറ്റിലാണ് ഈ കൊണാർക്ക് ടെമ്പിൾ ഉള്ളത്, സൺ ടെമ്പിൾ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. പ്രശസ്തമാണ്. അപ്പോൾ അത് ആന്ധ്രാപ്രദേശിലാണോ, ഒഡീഷയിലാണോ, വെസ്റ്റ് ബംഗാളിലാണോ, കർണാടകയിലാണോ സൺ ടെമ്പിൾ ഉള്ളത്? ഒഡീഷയിലാണ്. കാരണം കർണാടകയിലും ആന്ധ്രാപ്രദേശിലും നമുക്കില്ല എന്നറിയാം. ഒഡീഷയിലാണോ വെസ്റ്റ് ബംഗാളിലാണോ എന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ് എന്നാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൺ ടെമ്പിൾ കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, ഇതും വളരെ പ്രശസ്തമായ കുറെ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്ത, സിനിമ ഷൂട്ട് ചെയ്ത ഒരു റെയിൽവേ ലൈനാണ്. വിച്ച് ഇന്ത്യൻ ഹിൽ റെയിൽവേ ഈസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? ഹിൽ റെയിൽവേയിൽ ഇന്ത്യൻ ഹിൽ, ഈ ചുരമൊക്കെ കയറി പോകുന്ന പോലത്തെ മലമ്പാതകളിലൂടെയുള്ളതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന റെയിൽവേ ലൈൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ആണോ, നീലഗിരി മൗണ്ടൈൻ ആൻഡ് ഡാർജിലിംഗ് റെയിൽവേ ആണോ, കാശ്മീർ റെയിൽവേ ആണോ, സിക്കിം ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നീലഗിരി മൗണ്ടൈനും ഉണ്ട്, ഡാർജിലിംഗ് റെയിൽവേയും യുനെസ്കോയുടെ ഹിൽ ഇന്ത്യൻ റെയിൽവേ പട്ടികയിൽ വന്നിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റൈറ്റ്, അടുത്തത് ചോദിക്കാം. ഇതധികം നമ്മൾ കേൾക്കാത്ത, കാണാത്തതാണ്. വിച്ച് നാഷണൽ പാർക്ക് ഈസ് ദ ഫസ്റ്റ് മിക്സഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ? അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നാഷണൽ പാർക്ക് യുനെസ്കോ പട്ടികയിൽ വെച്ചിട്ടുള്ളത് ഏതാണെന്നാണ് അവൾ ചോദിക്കുന്നത്. ഒന്ന് കിയോലൈഡോ നാഷണൽ പാർക്ക്, അടുത്തത് ഖാങ്ചെൻഡോങ്ക നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക്, മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇതിൽ ഉത്തരം വരുന്നത് ബി ആണ്. ഇനി ഇപ്പൊ വന്നിരിക്കുന്ന ഉത്തരം നമ്മുടെ കാഞ്ചൻ സോങ്ക നാഷണൽ പാർക്ക്. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാഞ്ചൻ സോങ്ക എന്നാണ് വായിക്കേണ്ടത്. അത് സിക്കിമിലാണ് ഉള്ളത്. എന്നാൽ വേറെ ഒരു ചോദ്യം നമ്മൾ കണ്ടു പരിചയമുള്ളത്, ഒറ്റക്കൊമ്പൻ റൈനോസേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒറ്റക്കൊമ്പ് തന്നെയാണ് ഉള്ളത്, അല്ലാതെ പറയുന്നില്ല. റൈനോസേഴ്സിനെ കാണുന്നത് ഇതിൽ ഏത് നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിലും ചോദിക്കുന്നുണ്ട്. അത് കാസിരംഗയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് വരുന്നത് സിക്കിമിലാണ് ഫസ്റ്റ് നാഷണൽ പാർക്ക് വരുന്നത്, യുനെസ്കോ സൈറ്റിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഈ പ്രതിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വിച്ച് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ്? മഹാബോധി വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടെമ്പിൾ കോംപ്ലക്സിനെ യുനെസ്കോ പറഞ്ഞിരിക്കുന്നത് ഏത് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? സാഞ്ചിയാണോ, ബോധ്ഗയയാണോ, നളന്ദയാണോ, ഖജുറാവോ ആണോ? സാഞ്ചിയാണോ, ബോധ്ഗയയാണോ, നളന്ദയാണോ, ഖജുറാവോ ആണോ? ഒരു സംശയവും വേണ്ട, ബോധ്ഗയയിലാണ് ബുദ്ധന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ആശ്രമവും എല്ലാം വന്നിട്ടുള്ളത്. ഈ ഒരു സൈറ്റ് മാത്രം, ഈ ഒരു പ്രതിമ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു സ്ട്രക്ചർ കൂടിയുണ്ട്. അപ്പൊ അതിന്റെ നാലുപുറം നടക്കാനല്ല, അതിന്റെ വേറെ കുറെ പാർട്ടുകളും ഉണ്ട്. അപ്പൊ ബോധ്ഗയയിലാണ് നമ്മുടെ മഹാബോധി ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വന്നിട്ടുള്ളത്. ഇനി ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആരാണ് പണി കഴിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. മുഗൾ എംപററിലെ ആരാണ് ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചിട്ടുള്ളത്? അക്ബർ ആണോ, ജഹാംഗീർ ആണോ, ബാബർ ആണോ, ഷാജഹാൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ബറിന്റെയാണ്. അപ്പൊ ആലോചിക്കുക, അക്ബറിന്റെ നേരത്തെ പറഞ്ഞ ആ ഇത് നിർമ്മിതി ഏതായിരുന്നു എന്നും കൂടെ ആലോചിക്കണം. രണ്ട് അക്ബറിന്റെ നിർമ്മിതികൾ, അക്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഫാക്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് കണ്ടു പരിചയമുണ്ട്. നമ്മൾ ഈ നോട്ട് പൈസ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ, അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വിച്ച് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബുദ്ധിസ്റ്റ് സ്തൂപ? ബുദ്ധിസ്റ്റ് സ്തൂപകളുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? അതുപോലെ ഇതിന്റെ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ഏത് നോട്ടിലാണ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? നമുക്ക് 10 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്, 50 രൂപയുടെ ഉണ്ട്. അതിൽ ഏതിലാണ് ഇത് വന്നത് എന്ന് അറിയുമെങ്കിൽ പറയാം. സാഞ്ചിയാണോ, ഹംപിയാണോ, പട്ടടുക്കലാണോ, ഖജുറാവോ ആണോ? ഇതിൽ ഏതിലാണ് ബുദ്ധിസ്റ്റ് സ്തൂപകൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്? സാഞ്ചിയിലാണ്. സാഞ്ചി സ്തൂപങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ. ആ അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എവിടെ? സോറി, സ്റ്റക്ക് ആയിപ്പോയി. ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ ഉത്തരം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സ്റ്റക്ക് ആയി പോയതാണ്. ദ വെസ്റ്റേൺ ഗാർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എക്സ്റ്റെൻഡ് അക്രോസ് ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്? എത്ര സ്റ്റേറ്റിൽ കൂടെയാണ് വെസ്റ്റേൺ ഗാർഡ്സ് കടന്നു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡ്സുകളെ പറ്റി പഠിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് നിങ്ങൾക്ക് അറിയണം. ഏതാണ് ആ കമ്മിറ്റി? ഇപ്പോ നമ്മളെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ, വയനാട് ദുരന്തം വന്നു, ഇതിലെല്ലാം പഠിക്കുന്ന കമ്മിറ്റി ഏതായിരുന്നു? മനസ്സിലായോ? ഏത് കമ്മിറ്റിയാണെന്ന് മനസ്സിലായോ? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ. ഇനി വെസ്റ്റേൺ ഗാർഡ്സ് എത്ര ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. 2, 6, 4, 5. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്? 6 സ്റ്റേറ്റിൽ കൂടിയാണ് വെസ്റ്റേൺ ഗാർഡ് കടന്നു പോകുന്നത്. ഓക്കെ. അത് മഹാരാഷ്ട്ര വരുന്നുണ്ട്, ഗുജറാത്ത് വരുന്നുണ്ട്, ഗോവ വരുന്നുണ്ട്, പിന്നീട് നമ്മളുടെ ദക്ഷിണേന്ത്യൻ ഇതായിട്ടുള്ള കർണാടക, തമിഴ്നാടു, നമ്മളുടെ കേരള. ഇതിന്റെ അറ്റം വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള മലനിരകളിലാണ്. നമ്മളുടെ അഗസ്ത്യാർകൂടം മലനിരകളിലാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡിന്റെ അവസാനം, അല്ലെങ്കിൽ ആ ഒരു എൻഡ് വരുന്നത് അവിടെയാണ്. ഹംപി ഇല്ലേ, വാസ് ദ ക്യാപിറ്റൽ ഓഫ് വിച്ച് എംപയർ? ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല ചൂടുള്ള സമയത്താണ് പോയത്. നമ്മൾ കരിഞ്ഞു പോവാ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പറയുന്നത്, ആ ഒരു സ്ഥലത്തിന്റെ ചൂടാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹംപി ഏത് രാജവംശത്തിന്റെ, ഏത് രാജാവിന്റെ അടിയിലുള്ളതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വിജയനഗര എംപയർ ആണോ, ചോളയാണോ, മൗര്യയാണോ, കുഷനാണോ? അപ്പോ നോർത്ത് ഇന്ത്യയിലേക്കുള്ളതൊക്കെ നമുക്ക് വെട്ടാം. പിന്നീട് കർണാടക ഭാഗത്ത് വരുന്നത് ഏതാണ്? വിജയനഗര എംപയർ ആണ്. ഓക്കെ. അടുത്തത് ചോദ്യം. ഇത് നിങ്ങൾ എല്ലാവരും ഈ എന്താ പറയാ, റീൽസിലും അല്ലെങ്കിൽ ഫോട്ടോസും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താണെന്ന് മനസ്സിലായോ? എവിടെയാണെന്ന് മനസ്സിലായോ? അതാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. വിച്ച് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മേഘാലയ? മേഘാലയയിലുള്ളത് ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്കാണോ, കേലാഡോ നാഷണൽ പാർക്കാണോ, ഖാസി ഹിൽസ് ആണോ, മോലെങ് വില്ലേജ് ആണോ? ഇത് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല. മോലിങ്ങോക്ക് വില്ലേജ് ആണോ, അതായത് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ആണോ? അത് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ആ വില്ലേജും ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ള മേഘാലയയിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്തത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ്, കാരണം ഇനിയുള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങളെ സഹായിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മളുടെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ താല്പര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് സി യു.